അറേബ്യൻ സ്പ്രേ പെയിൻറ്റിങ്ങിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ജീപ്പ് താറ് ഫുള്ള് പെയിൻ്റ് അടിക്കുന്ന വീഡിയോയുമായിട്ടാണ്. അപ്പോൾ പേച്ച് വർക്കിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്തത് ചെയ്യാനുള്ളത് പെയിൻറ്റിങ്ങിൻ്റെ വർക്കാണ്. അപ്പോൾ അതിന് വേണ്ടി പെയിൻ്റൊക്കെ ഫുള്ള് റിമൂവ് ചെയ്ത് കളയാനുണ്ട് നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയാണ്ട് നമ്മൾ വണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടി ഉള്ളിൽ കയറ്റാണ്. അപ്പോൾ ഫസ്റ്റ് ചെയ്യണ വർക്ക് നമ്മൾ ബോണറ്റ്, അതേമാതിരി ഗ്ലാസിൻ്റെ ഫ്രെയിം, ഡിക്കി അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ഊരിയിട്ട് വേണം നമുക്ക് പെയിൻ്റ് അടിക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയാണ്ട് ഒക്കെ ഊരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശമൊക്കെ ഊരി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത് നമ്മൾ റിമൂവർ ഇടാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ റിമൂവ്. അപ്പോൾ നമ്മൾ ഇനി ഒരു പാട്ടിക്ക് എടുത്തിട്ട് വേണം നമുക്ക് ഫുള്ള് വണ്ടിമേ റിമൂവർ ഇട്ട് ഫുള്ള് ചുരണ്ടി എടുക്കാനാണ്. അതിന് വേണ്ടിയാണ് നമ്മൾ നല്ലോണം തേച്ച് പിടിപ്പിക്കുകയാണ് റിമൂവർ. അപ്പോൾ റിമൂവർ ഇട്ട് കണ്ട് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് ചുരണ്ടി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പഴയ പുട്ടിയും പെയിൻറ്റൊക്കെ എല്ലാമൊക്കെ ഫുള്ള് ഉള്ളി കൊണ്ട് ചുരണ്ടി കളഞ്ഞതിന് ശേഷം ഫുള്ള് വൃത്തിയായതിന് ശേഷം വേണം നമുക്ക് അപ്പോക്സി പ്രൈമർ അടിക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പഴയ പുട്ടി പെയിൻറ്റൊക്കെ ഉള്ളി കൊണ്ട് ചുരണ്ടി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റിമൂവർ ഇട്ട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ബോണറ്റുമൊക്കെ റിമൂവർ ഇട്ടിട്ടുണ്ട്. അതൊക്കെ നല്ലോണം പൊള്ളച്ച് വന്നിട്ടുണ്ട്. അതൊക്കെ ഫുള്ള് ചുരണ്ടി എടുക്കണം ഇനി. അപ്പോൾ ഏകദേശം ഫുള്ള് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്തത് ചെയ്യാനുള്ളത് പേപ്പർ ഇട്ട് വാഷ് ചെയ്യാനാണ്. എന്നിട്ട് വേണം നമുക്ക് അപ്പോക്സി പ്രൈമർ അടിക്കാൻ. അപ്പോൾ നമ്മൾ അപ്പോക്സി പ്രൈമർ 2 കോട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ ചെയ്യണത് തുരുമ്പും കാര്യങ്ങളൊന്നും ഉള്ളിൽ നിന്ന് വരാതിരിക്കാനും അതിൻ്റെ മുകളിൽ നിന്നിട്ട് വേണം നമുക്ക് പുട്ടി വർക്ക് ചെയ്യാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോക്സി പ്രൈമർ അടിക്കുന്നത്. ഇപ്പോൾ വണ്ടി ഫുള്ള് 2K പ്രൈമർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് ചെയ്യണത് പുട്ടി വർക്കാണ്. അപ്പോൾ നമ്മൾ ഫുള്ള് ചുരണ്ടി എടുത്ത ആദ്യം ഉള്ള ഡാമേജിലൊക്കെ നമ്മൾ ഫുള്ള് ചുരണ്ടി എടുത്തേക്കണ്. അപ്പോൾ ഇനിമൊക്കെ പുട്ടിടാണ്ട് ബാക്കത്തെ ഡിക്കി, ഗ്ലാസ് ഫ്രെയിം ഒക്കെ നമുക്ക് പുട്ടിയിട്ട് ലെവലാക്കാണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ പുട്ടി വർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബോഡി ഫില്ലറാണ് യൂസ് ചെയ്യൽ. അപ്പോൾ ബോഡി ഫില്ലർ ഫുള്ളിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത് ചെയ്യണത് പുട്ടി വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബോഡി ഫില്ലർ വാഷ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഫുള്ള് തേച്ചതിന് ശേഷം 2K പ്രൈമർ അടിക്കാൻ. അപ്പോൾ അതിനുള്ള വർക്കാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബോഡി ഫില്ലർ ഫുള്ള് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് 2K പ്രൈമർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 കോട്ട് 2K പ്രൈമർ ഫുൾ അടിച്ചതിന് ശേഷം നമുക്ക് വാഷ് ചെയ്തെടുക്കാനുള്ളതാണ്. അതിന് ശേഷം വേണം ബേസ് കോട്ട് അടിക്കാൻ. അപ്പോൾ അതിനുള്ള വർക്കിലാണ് ഇപ്പോൾ.
അപ്പോൾ 2K പ്രൈമർ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് ചെയ്യണത് വണ്ടിയുടെ ഉള്ളുഭാഗമൊക്കെ നമ്മൾ തേച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പുറം ഭാഗത്ത് സ്പോട്ട് പുട്ടിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് നമുക്ക് ഉള്ളിൽ അണ്ടർ കോട്ടൊക്കെ അടിക്കാണ്ട് 3mm അണ്ടർ കോട്ട് അടിക്കാണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളും പുറം തേച്ച് വൃത്തിയാക്കിയതിന് ശേഷം വേണം നമുക്ക് ഓരോ വർക്ക് ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ വർക്കിലാണ്. അപ്പോൾ ഉള്ളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഉള്ളിൽ 3mm അണ്ടർ കോട്ട് അടിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ മുകളിലാണ് നമ്മൾ പെയിൻ്റ് അടിക്കുക. ഇത് നമ്മൾ തുരുമ്പും കാര്യങ്ങളൊന്നും പെട്ടെന്ന് വരാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ വണ്ടി ബ്ലാക്ക് കളറാണ് അടിക്കണത്. നമുക്ക് ബേസ് കോട്ട് ബ്ലാക്ക് കളർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2 കോട്ട് ഫുള്ള് ബ്ലാക്ക് ബേസ് കോട്ട് അടിച്ചതിന് ശേഷം നമുക്ക് ചെറിയ സ്പോട്ട് പുട്ടിയും കാര്യങ്ങൾ കിട്ടിയതിന് ശേഷം വേണം പെയിൻ്റ് അടിക്കാൻ. അപ്പോൾ അതിന് വേണ്ടി സ്പോട്ട് പുട്ടി കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ ഫുള്ള് ചെയ്ത് വൃത്തിയാക്കിയതിന് ശേഷമാണ് നമുക്ക് പെയിൻ്റ് അടിക്കാൻ ബൂത്തിലേക്ക് കയറ്റാൻ. അപ്പോൾ അതിൻ്റെ വർക്കിലാണ്. വണ്ടി ഫുള്ള് പെയിൻ്റ് അടിക്കാൻ വേണ്ടി ബൂത്തിലേക്ക് കയറ്റിക്കാണ്. ഫസ്റ്റ് ഉള്ളുഭാഗം നമ്മൾ അടിച്ചിട്ടുണ്ട്. ഇനി ഉള്ളുഭാഗം നമ്മൾ ഫുള്ള് കവർ ചെയ്തതിൻ്റെ ശേഷം വേണം പുറം ഭാഗം അടിക്കാൻ. 2 ഭാഗം ഒപ്പം അടിക്കൽ ഗതികേടാണ്. അതുകൊണ്ട് ആദ്യം ഉള്ളടിച്ചിട്ട് ഒട്ടിച്ചിട്ട് വേണം പുറം അടിക്കാൻ. അപ്പോൾ അതിൻ്റെ വർക്കിലാണ്. അപ്പോൾ നമ്മൾ ഉള്ള് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പുറം ഭാഗമാണ് അടിക്കണത്. ഫസ്റ്റ് കോട്ട് പെയിൻ്റാണ് ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. മെറ്റാലിക്കാണ് അടിക്കുന്നത്. അപ്പോൾ പെയിൻറ്റും ക്ലിയറും വരും. ഫസ്റ്റ് കോട്ട് പെയിൻറ്റ് ഫുൾ അടിച്ചതിന് ശേഷം നമ്മൾ ക്ലിയർ അടിക്കാണ്ട്. അപ്പോൾ ഫസ്റ്റ് കോട്ട് പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യണത് ക്ലിയർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കെപ്സിൻ്റെ ക്ലിയറാണ് നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഫുള്ള് 2 കോട്ട് അടിച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തി ഉണ്ടാവും. അതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് പോളിഷ് ചെയ്യാനൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഫുള്ള് ക്ലിയർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താറ് ജീപ്പിൻ്റെ ഫുള്ള് പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത ചെയ്യാനുള്ള വർക്ക് ഫിറ്റിങ്ങിൻ്റെ വർക്കാണ്. അത് പുറത്തുനിന്ന് വന്ന വണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഫുള്ള് പോലെ ഫിറ്റ് ചെയ്തതിൻ്റെ ശേഷമാണ് നമുക്ക് അടുത്ത വർക്കൊക്കെ ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഊരിയ ബോണറ്റും ഗ്ലാസ് ഫ്രെയിമൊക്കെ ഫിറ്റ് ചെയ്യാണ്ട് അതിന് ശേഷം നമുക്ക് ചെയ്യാനുള്ളത് കട്ട് ചെയ്ത് പോളിഷ് ചെയ്യാനാണ്. അപ്പോൾ നമ്മളെ ഫിറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വർക്ക് ഇഷ്ടപ്പെട്ടവരെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതേമാതിരത്തെ വർക്ക് ഉണ്ടെങ്കിൽ നമ്മളെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക.